വെറുമൊരു സംശയത്തിൻ്റെ പുറത്ത് ചെന്താമര എന്ന ക്രൂര മനുഷ്യൻ ഇല്ലാതാക്കിയത് ഒരു കുടുംബത്തെ മുഴുവനുമാണ്. ഇപ്പോൾ സുധാകരൻ്റെ മക്കൾ മാത്രമാണ് ആ കുടുംബത്തിൽ അവശേഷിക്കുന്നത്. 2019 സുധാകരൻ്റെ ഭാര്യ സജിതയെ ചെന്താമര ആദ്യം കൊലപ്പെടുത്തുന്നു. അന്ന് മകളായ അഖിലയ്ക്ക് വെറും പ്രായം 14. ഇന്നിപ്പോൾ അഖിലയ്ക്കും അതുപോലെ തന്നെ അതുല്യയ്ക്കും അച്ഛൻ്റെ അമ്മയെയും നഷ്ടമായിരിക്കുന്നു. പലതവണ അഖിലയും അതുല്യയും എല്ലാം പോലീസിൽ പരാതി പറഞ്ഞതാണ്. ഭീഷണിപ്പെടുത്തുന്നു ചെന്താമര, ഇതിലൊരു നടപടി വേണമെന്ന്. പക്ഷേ അന്നൊന്നും പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നില്ല. അന്ന് കൃത്യമായി പോലീസ് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ 2 മക്കൾക്കും അവരുടെ അച്ഛനെയെങ്കിലും ഉണ്ടാവുമായിരുന്നു കൂടെ. പലതവണ പോലീസിനോട് പറഞ്ഞു. കംപ്ലൈൻറ്റ് കുറേ കൊടുത്തതാണ്, ഞാനും പോയി കൊടുത്തു, നാട്ടുകാരും കൊടുത്തിട്ട് എന്താ അവരിങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും ഇതാക്കാണ്ട് അയാളെ രാവിലെ വിളിച്ചു കൊണ്ടുപോയി അതേപോലെ വൈകുന്നേരം തന്നെ തിരിച്ചും കൊണ്ടാക്കിയില്ല. ഇതിനും നേരെ സ്വീകരിച്ചപ്പോൾ എൻ്റെ അച്ഛനെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായില്ല. എന്തുകൊണ്ട് അയാൾ ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. അവിടെ പോകുന്ന സമയത്ത് ഇയാൾ നിരന്തരം ഈ ആയുധങ്ങളൊക്കെ കാണിച്ച് ഭീഷണി. അയാൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന ജനാലിൽ കൂടെയാണ് ഞങ്ങളെ എല്ലാവരെയും വാച്ച് ചെയ്യുക. നാട്ടുകാരനെയാണെങ്കിൽ അയാളെ നോക്കാൻ പറ്റില്ല, അയാളുടെ മുമ്പത്ത് ഫോണിൽ സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ അയാൾ കുറച്ച് പേരുടെ അടുത്ത് സംസാരിക്കില്ല, അവരുടെ അടുത്തൊക്കെ പറയുക. നമുക്കറിയില്ല അയാൾ രാത്രി ഉറക്കില്ലാണ്ട് നമ്മളെ നോക്കി ഇരിക്കുകയാണെന്ന്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെന്താമര വീട്ടിലേക്ക് വന്നുണ്ടാക്കി അങ്ങനെ എന്തെങ്കിലും അച്ഛൻ പറഞ്ഞു? ഇല്ല, അങ്ങനെയൊന്നും അയാൾ വരില്ല. അയാൾക്ക് എങ്ങനെ ആരും ഇല്ലാത്ത സമയത്ത് ഇതാക്കിയത് എങ്ങനെ കൊല്ല. അതന്നെയല്ല എൻ്റെ അമ്മനെ ഇതാക്കിയത്. അയാൾ വീട്ടിന് വെളിയിൽ ഇറങ്ങാൻ അങ്ങനെ ഒന്നും ഇല്ല. എന്തിനാ ഇയാൾ ഈ പക വെച്ച് പുലർത്തിയെന്ന് എന്തിനാണെന്ന് എന്തെങ്കിലും സംശയം? അല്ല, അയാൾക്ക് മാത്രം അറിയുള്ളൂ എന്താ പ്രശ്നം എന്നേ അറിയില്ല. അമ്മനെ കൊന്നത് എന്തോ മന്ത്രവാദിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് പറഞ്ഞതാണ് വേണ്ട അമ്മനെ കൊന്ന. അച്ഛനെ എന്ത് പേരിലാണ് കൊന്നെന്ന് അറിയില്ല. അച്ഛനതിന് ഞായറാഴ്ച വരും, തിങ്കളാഴ്ച പോണ. അയാളുടെ നേരെ കാണും കൂടിയില്ല. അച്ഛൻ്റെ കാര്യം നോക്കി ഇരിക്കായിരുന്നു. പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസ് ഒന്നും കേട്ടില്ല. പോലീസ് അന്വേഷിക്കാൻ നോക്കാൻ 2 കൊല്ലം കൂടുമ്പോൾ പോലീസ് മാറുന്നതുകൊണ്ട് അവർക്കും ഒന്നും അറിയില്ല എന്നാ പറയണത്. എന്നാലും ഇത്രയും കംപ്ലൈൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊന്നും മര്യാദയ്ക്ക് അന്വേഷിച്ചാൽ എൻ്റെ അച്ഛനിപ്പോൾ ഉണ്ടാവില്ലേ. പോലീസ് കൃത്യമായി പ്രവർത്തിച്ചില്ല എന്നാണ്. അത് പോലീസ് ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ട്. ഈ 2 മക്കൾക്കും ഇപ്പോൾ പോലീസിൻ്റെ ഒരു വീഴ്ച കൊണ്ട് അവരുടെ അച്ഛനെയും അമ്മയും നഷ്ടമായി. ആദ്യം അമ്മയെ നഷ്ടപ്പെട്ടു, ഇപ്പോൾ അച്ഛനെയും നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലാണ് ആ മക്കളുള്ളത്. ഇനി പോലീസിനോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇനി അയാളിനൊന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ടാന്നൊന്ന് തൂക്കിക്കൊല്ലുക, അത്രേ ഉള്ളൂ. ഇനി അയാൾ എന്തിനാ വെച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ജീവൻ പോവാനോ? സജിതയുടെ, അതായത് ഈ മക്കളുടെ അമ്മയുടെ അമ്മ സജിതയുടെ അച്ഛനും അമ്മയും കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. 2019 ചെന്താമര സജിതയെ കൊലപ്പെടുത്തുന്നത്. ഈ മകളോട് ഇയാൾക്ക് കുറേ നാളൊരു വൈരാഗ്യം. എനിക്ക് പറയാനൊന്നുമില്ല. എനിക്ക് കുട്ടികളെ നോക്കിക്കൊണ്ട് ഞമ്മ ഇരിക്കുകയാണ്. അമ്മയും ഞാനും കൂടിയിട്ട്, അമ്മ കൂലിപ്പണിക്ക് പോകുന്നതാണ്. സ്വല്പം എനിക്കും സുഖവുമില്ല, മരുന്നും കഴിച്ച് ഞാൻ ഇരിക്കുന്നവനാണ്. അപ്പോൾ കുട്ടികളെ നോക്കി അവളെ പഠിപ്പിക്കുന്നത് ഞാനാണ്. അവളുടെ അമ്മ മരിച്ച മുതലേക്ക് ഞാനാണ് കൊണ്ട് നോക്കണത്. കുനിശ്ശേരിയിലാണ് വീട് ഞങ്ങളുടെ. അങ്ങനെ സുധാകരൻ ഇവിടെ വരുമ്പോൾ സമയത്ത് എപ്പോഴെങ്കിലും ഇങ്ങനെ ഈ ചെന്താമരയെ ഭീഷണിപ്പെടുത്തുന്ന കാര്യം മക്കൾ ആരെങ്കിലും പറഞ്ഞു? ഇല്ല, ഭീഷണിപ്പെടുത്തണമെന്നൊന്നും പറഞ്ഞില്ല. കുട്ടികൾ ഇവിടെ തന്നെ ഇരിക്കും. 8 ഒരിക്കൽ അച്ഛൻ വരുന്നു പറഞ്ഞു ഈ കുട്ടി പോകും. തലേദിവസം പോണ കുട്ടി ഇന്നലെ പോയിട്ടില്ല. അല്ലെങ്കിൽ ശനിയാഴ്ച പോണ കുട്ടിയാണ്, പോയിട്ടില്ല. അപ്പം തിങ്കളാഴ്ച സ്കൂളിലേക്ക് പോകണ്ട, സ്കൂളിൽ പോകില്ല, ഒരു കൊല്ലത്താണ് പഠിക്കുന്നത്, സ്കൂളിലേക്ക് പോകില്ല പറഞ്ഞിട്ട് അവിടെ കൊണ്ട് ഞാൻ പണിക്ക് പോയിട്ടാണ് കഴിക്കുന്നത് കുട്ടികളെ പെലത്തുന്നത്. ഞാൻ കുട്ടികൾ പണിക്ക് പോകുമ്പോൾ 10 മണിക്കുള്ള നിർമ്മാണത്തിലാണ് രാവിലെ അടിച്ച് പോയത്. ഇല്ലെങ്കിൽ അവളുടെ മരണം ഇതായി കാണില്ലേ. അവൾ അച്ഛനെ വെട്ടുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുമോ? എൻ്റെ മോൾ ഓടി പോകുമ്പോൾ അവൾ കൊല്ലില്ലേ? വരപ്പായില്ലേ? പോലീസിന് സംഭവിച്ച ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സുധാകരൻ്റെയും ലക്ഷ്മിയുടെയും കൂടിയും ജീവൻ ചെന്താമരയ്ക്ക് എടുക്കാൻ സഹായമായത്. ഏതായാലും ഇനി എത്രയും പെട്ടെന്ന് ചെന്താമരയെ പിടികൂടി ചെന്താമരയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഇപ്പോൾ സുധാകരൻ്റെ മകൾ അഖിലയും അതുല്യയും നമ്മളോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ ആർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.